മോർണിംഗ് ഗൈസ്. അപ്പം ഇന്നൊരു ചെറിയ റൈഡ്, ഒരു ഷോർട്ട് റൈഡ് പോയിട്ട് വന്നതാണ്. അറൗണ്ട് 25 കിലോമീറ്റർ. ആക്ച്വലി നമ്മുടെ ചാനലിനകത്തൊരു എന്താ പറയുക, ഒരു റിവ്യൂ സീരീസ് ഇടണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം, ടൈമിൻ്റെ ഒക്കെ ഇഷ്യൂസ് കാരണം അത് നടന്നില്ല. അപ്പം ഇങ്ങനൊരു ഒരുപാട് കിട്ടിലം വണ്ടികൾ നമ്മുടെ ക്ലബിൻ്റെ അണ്ടറിൽ തന്നെ വന്നിട്ടുണ്ട്, കിട്ടിലം വണ്ടികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിവ്യൂസ് എടുത്ത്, അതായത് മിനിമം ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം 500 കിലോമീറ്ററെങ്കിലും റൈഡ് ചെയ്തിട്ടുള്ള വണ്ടികൾ ആണ് ഞാൻ റിവ്യൂ ആയിട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി, ഞാനൊരു ബർഗമോഡിൻ്റെ C4 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് എടുത്തപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്താണ് അതിൻ്റെ ഒരു മിനിമം ഒരു 500 കിലോമീറ്റർ ഓടിയിട്ട് ഒരു റിവ്യൂ ഇടണമെന്നുള്ളത്. ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഞാനൊരു സൈക്കിൾ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ അതാണ് ഈ ഇരിക്കുന്നത്, മെറിഡയുടെ സ്കൾപ്ചർ എൻഡറൻസ് 300. അതെടുത്തിട്ട് ഞാനിത് ഒരു 500 കിലോമീറ്റർ പോയിട്ട് റൈഡ് ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നടന്നില്ല. ഇപ്പോൾ അതൊരു 2000+ കിലോമീറ്റർ ഞാൻ റൈഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടി നമ്മളൊരു റിവ്യൂ സീരീസ് കൂടെ ആരംഭിക്കുകയാണ്. അതായത് ഞാൻ ഈ വണ്ടി എടുക്കാൻ നേരത്ത് നല്ലൊരു എന്താ പറയുക, റിവ്യൂ വീഡിയോ യൂട്യൂബിലൊന്നും ഇല്ലായിരുന്നു. മൊത്തത്തിൽ തപ്പിയിട്ടും ഒരു ഡീറ്റെയിൽഡ് നല്ല റിവ്യൂ ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ എൻക്വയറി ചെയ്തതിന് ശേഷം ആണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത്. അപ്പം ഈ ബൈക്കിൻ്റെ ഒരു റിവ്യൂവിലോടുകൂടി നമുക്ക് ഈ റിവ്യൂ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് മെറിഡയുടെ സ്കൾപ്ചർ എൻഡറൻസ് 300 2025 മോഡലാണിത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സൈക്കിളിനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാൻ മതി. എൻ്റെ ഫ്രെയിം ഒന്ന് പരിചയപ്പെടാം. ഇത് 6066 ട്രിപ്പിൾ ബട്ടഡ് അലോയാണ് വരുന്നത്. കിട്ടിലൻ ഫ്രെയിമാണ്. എനിക്കൊന്ന് മെറിഡയുടെ ഫസ്റ്റ് എൻട്രൻസിൽ വരുന്ന ഫ്രെയിം ഇതാണ്. 300 വരുന്നത്. അതിനും എനിക്ക് തോന്നുന്നു മെറിഡയ്ക്ക് എൻട്രൻസ് ഫ്രെയിം ഇല്ലായിരുന്നാണ് എൻ്റെ അറിവ്. ഇതാണ് അവരുടെ ഫസ്റ്റ് എൻട്രൻസ് സ്പെക്ക് വരുന്ന ഫ്രെയിം. എൻ്റെ കളർ വരുന്നൊരു സിൽക്കി ഫോറസ്റ്റ് ഗ്രീൻ എന്നാണ്, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത്. സിൽക്കി ഫോക്ക് ഗ്രീൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. ആക്ച്വലി കളറ് ഞാൻ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ഓൺലൈൻ കളർ വേറെ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു നേരിട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. പക്ഷേ നേരിട്ട് കാണാനൊരു കിട്ടിലൻ കളറാണ്. അത് ഒന്നും പറയാനില്ല. പിന്നെ നല്ല ഫിനിഷിങ്ങാണ് വണ്ടി. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും എല്ലാം വരുന്നൊരു ഫ്രെയിമാണ്. പിന്നെ നമുക്കിവിടെ മെറിഡയുടെ ലോഗോ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൊരു ഫോറസ്റ്റ് ഗ്രീനിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ. പിന്നെ മെറിഡ എന്നുള്ളൊരു ലെറ്ററിങ് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂയിഷ് ഗ്രേ കളറിൽ കൊടുത്തിട്ടുണ്ട്. സബ്റ്റിലായിട്ടാണ് കൊടുത്തേക്കുന്നത്, ഭയങ്കര എവിഡൻ്റ് ആയിട്ടല്ല. അത് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതിനകത്ത് കേബിളിങ് വരുന്നത് ഫുള്ളി ഇൻറ്റേർണൽ റൗട്ടിംഗ് ആണ് വരുന്നത്. ഇവിടെ ഈ ഹാൻഡിൽ ബാറിൻ്റെ കൂടെ ഇങ്ങനെ വന്നിട്ട് സ്റ്റെമ്മിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോവുകയാണ് എല്ലാ കേബിളും. അപ്പം പിന്നെ നമുക്കെല്ലാം പുറത്തങ്ങ് ഒരു കേബിളും കാണത്തില്ല. പിന്നെ അത് വന്ന് കണക്ട് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. അല്ലാതെ നമുക്ക് വേറൊരു കേബിളും പുറത്ത് കാണത്തില്ല. ഞാൻ ഈയൊരു ബൈക്ക് എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹൈറ്റിനുള്ള ഒരു ഫ്രെയിം സൈസ് ആ സമയത്ത് മറ്റ് ബ്രാൻഡുകളിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ചൂസ് ചെയ്യുന്നത് ട്രക്കും പിന്നെ ജയൻറ്റും മെറിഡയാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് മറ്റ് 2 സൈക്കിളും ജയൻറ്റിൽ അവൈലബിൾ ആയിരുന്നു, പക്ഷേ ട്രക്കിൽ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്. പിന്നെ ഒരു ടൈപ്പ് കോമ്പറ്റീഷൻ വന്ന ജയൻറ്റും മെറിഡയായിട്ടായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് ജയൻറ്റ് വളരെ ഇഷ്ടമുള്ള ബ്രാൻഡാണ്. പക്ഷേ എന്തുകൊണ്ട് അതിൽ പോയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും പ്രൈസ് കൊടുത്തെടുക്കുമ്പോൾ അതിനകത്തൊരു ഫുള്ളി ഇൻറ്റേർണൽ കേബിളിങ് അവൈലബിൾ അല്ലായിരുന്നു. നമുക്ക് ഇതിനകത്ത് വരുന്ന ഹാൻഡിൽ ബാറായിട്ട് അല്ലെങ്കിൽ സാഡിൽ പോസ്റ്റ് അങ്ങനെയുള്ള ബാക്കിയെല്ലാം ഇവരുടെ തന്നെ എക്സ്പേർട്സ്
എക്സ്പേർട്ട് സീരീസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻസാണ് വരുന്നത്. സാഡിൽ ബ്രിഡനാണ് വരുന്നത്. ഇൻഹൗസ് പ്രോഡക്റ്റാണ് അതെല്ലാം. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഹബ്ബ് രണ്ടും നോവോടെക്കിൻ്റെയാണ്. പിന്നെ കിടിലം ഹബ്ബാണ്. ഈ ഒരു പ്രൈസ് കൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഈ ഒരു ഹബ്ബ് ഇതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ നമുക്ക് നോവോടെക്കിൻ്റെ ഹബ്ബാണ് വരുന്നത്. ഇതൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ നമുക്കിതിനകത്ത് വരുന്ന എന്താ പറയുക ഗ്രൂപ്പ് സെറ്റ്, നമുക്കിതിൽ വരുന്നത് ടിയാഗ്ര ഗ്രൂപ്പ് സെറ്റാണ് ഫുള്ളി വരുന്നത്. ഇപ്പം റിയർ ഡിറൈലറായാലും ഫ്രണ്ടായാലും ക്രാങ്ക് ആയാലും എല്ലാം നമുക്ക് വരുന്നത് ടിയാഗ്രയാണ്. അത് ഇതിനകത്തൊരു ആഡ് അഡ്വാൻറ്റേജാണ്. പിന്നെ കസറ്റ് 28 ടീത്താണ് വരുന്നത്. ബാക്കിലെ ഏറ്റവും വലുത്, ഫ്രണ്ടിലെ 34 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു 1:1 റേഷ്യോ അല്ല വരുന്നത്. ക്ലൈംബ് വരുമ്പം ചെറിയ രീതിയിലുള്ള സ്ട്രഗിൾ നമുക്ക് വരും. എന്നാലും നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനേജബിളാണ്. പിന്നെ നെക്സ്റ്റ് അപ്ഗ്രേഡ് വരുമ്പോൾ ഞാനിത് മാറ്റി 34 ടീത്ത് കാസറ്റ് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ബ്രേക്ക്. ഇത് നമുക്ക് ടിയാഗ്രയുടെ തന്നെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത് ഇതിനകത്തൊരു എന്താ പറയുക ഒരു ആഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ ഇതിൽ ഈ വരുന്ന ടയർ, ഇത് ആക്ച്വലി ഞാൻ രണ്ടാമത് അപ്ഗ്രേഡ് ചെയ്ത ടയറാണ്. കോണ്ടിനെൻ്റലിൻ്റെ ഗ്രാൻഡ് പ്രിക്സ് 5000 എന്ന് പറഞ്ഞ സീരീസാണത്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വഴി, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട് കാനഡയിൽ. എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ടയറാണിത്. അത് എന്തുകൊണ്ടാണെന്ന് ഇതിൽ അപ്ഗ്രേഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി വന്ന ടയർ എന്ന് പറയുന്നത് മാക്സിൻ്റെ ഡീറ്റോണറേറ്ററാണ്. അപ്പോൾ അത് നല്ല ടയറാണ്. പക്ഷേ എന്തുകൊണ്ട് ഞാനിവിടെ കൂടുതലും നമ്മുടെ ബൈപ്പാസ് റോഡ് അങ്ങനെയൊക്കെയുള്ള റോഡാണ് കൂടുതലും റൈഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരു ആഫ്റ്റർ 300 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തൊട്ട് കണ്ടിന്യൂസ് പഞ്ചേഴ്സ് കിട്ടി തുടങ്ങി. അത് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയേഴ്സ്. അത് ഏത് റൈഡ് പോയാലും, ചെറിയ റൈഡ് പോയാലും വലിയ റൈഡ് പോയാലും കണ്ടിന്യൂസ് ഒരു പഞ്ചേഴ്സ്, ഒരു 8-10 പഞ്ചറുകൾ വരാൻ തുടങ്ങി. അപ്പോൾ അതൊരു ടൈം പോകുന്ന പരിപാടി ആയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ അതിനെ മാറ്റി ഈ ടയറിലോട്ട് മാറി. അപ്പോൾ അതിനകത്തൊരു മെയിൻ പ്രശ്നം എനിക്ക് സൈക്കിളിൽ ഫീൽ ചെയ്തൊരു വളരെ ഒരു എവിടെയായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ടയർ തന്നെയാണ്. അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം പിന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് ഇതും ഒരു ബേസിക് റൗട്ടറായിട്ടാണ് പറയാൻ പറ്റുക. അപ്പോൾ ഇത് ഭാവിയിൽ ഇതും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഇത് രണ്ടും ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കിടിലൻ വണ്ടിയാണിത്. നല്ല കംഫർട്ടും എന്താ പറയുക വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു മെറിഡോ സ്കൾപ്ചർ എൻഡുറൻസ് 300 എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഒരു കിടിലൻ വണ്ടിയാണ് ഒരു പ്രൈസ് റേറ്റിൽ. കിടിലൻ ഫ്രെയിം, നല്ല റൈഡ്, കംഫർട്ടാണ്. ഈ രണ്ട് എന്താ പറയുക ടയറിൻ്റെ കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഡിസ്കിൻ്റെ അധികം പറയുന്നില്ല, നമ്മുടെ ഇവിടുത്തെ യൂസിന് അത് ധാരാളമാണ്. എന്നാൽ പോലും അത് രണ്ടുമാണ് ഒരു ചെറിയ പ്രശ്നങ്ങളായിട്ടുള്ളൂ. അതിൽ ടയറാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്യൂ ആയിട്ട് വന്നത്. അപ്പോൾ ആ ടയർ മാറ്റിയതിന് ശേഷം ശരിക്കും ഈ സൈക്കിൾ എന്ന് പറയുന്ന ഈ ബൈക്ക് എന്ന് പറയുന്നൊരു കിടിലൻ വണ്ടിയാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2000 കിലോമീറ്റർ റൈഡ് ചെയ്തു. വേറെ ഒരു ഇഷ്യൂസും ഇല്ല. നല്ല എല്ലാ സൈസും അവൈലബിൾ ആണ് ഇതിനകത്ത്. ഇത് XXS ആണ്, XXS തൊട്ട് ലാർജ് വരെ എല്ലാം അവൈലബിൾ ആണ്. ഞാൻ അഡീഷണലി വെച്ചത് എക്സസറീസും കൂടെ കാണിച്ചേക്കും. ഇത് റോക്ക് ബ്രോസിൻ്റെ റിയർ മഡ്ഗാർഡാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. കാണാനും വളരെ നീറ്റാണ്. 70,000 കൊണ്ടാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. വെയ്റ്റിംഗ് വളരെ കുറവാണ്. നമ്മുടെ യൂസ് നടക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു മൊബൈൽ ഹോൾഡർ, ഇതൊരു സിലിക്കോൺ മെറ്റീരിയലാണ്. കിട്ടില്ല സാധനമാണ്. ഇത് ഞാൻ ബിപ്പോക്കട്ടിന്ന് വാങ്ങിച്ചതാണ്. വലിയ വിലയില്ല. അറൗണ്ട് എനിക്ക് തോന്നുന്നൊരു 300 അങ്ങനെ എന്തോ ഒരു 250-300 ആ റേഞ്ചേ ഉള്ളൂ. പക്ഷേ നീറ്റായിട്ട് മൊബൈൽ നമുക്കിവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. വൃത്തികേടുമില്ല, നമുക്ക് ഷേപ്പൊന്നും വരത്തുമില്ല. ഈസി ആയിട്ട് നമുക്ക് വെക്കാം.